പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ പമ്പയാറിനോട് ചേർന്ന പുഞ്ചകണ്ഠത്തിൽ വീണ് 2 യുവാക്കൾ മരിച്ചു. നല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടുങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടതായി സൂചനയുള്ളത്. അഗ്നിരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ഒരാളെ കാണാതായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേന നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് വൈകുന്നേരം വന്നിരിക്കുന്നത്. വി ജയശങ്കർ കൂടി പത്തനംതിട്ടയിൽ ചേരുകയാണ്. ജയശങ്കർ, ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? ഈ കാണാതായ ആളിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ തെരച്ചിൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ആളെ കണ്ടെത്താൻ കഴിഞ്ഞോ? വൈകിട്ട് 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നതെന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്നും മറ്റും നിലവിൽ ലഭ്യമാകുന്ന വിവരം. 4 യുവാക്കൾ 5:30 കൂടി ഇവിടെ എത്തുന്നു. അതിൽ 3 യുവാക്കൾ വള്ളത്തിൽ കയറുന്നു, മീൻ പിടിക്കാൻ പോകുന്നു. അതിനിടയിലാണ് ഈ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി എന്നാണ് പ്രാഥമികമായി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം. കാരണം ഈ അപകട സമയത്ത് ആൾ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ചില അവ്യക്തതകളൊക്കെ പോലീസിനുമുണ്ട്. എന്തായാലും 5:30 കൂടി അപകടം നടക്കുന്നു. 7 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറം ലോകത്തെത്തുന്നത്. പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലാണ് 2 യുവാക്കളെ മരിച്ച നിലയിൽ, അല്ലെങ്കിൽ 2 യുവാക്കളുടെ മൃതശരീരങ്ങൾ ഇവിടെ നിന്ന് ഈ പുഞ്ചകണ്ഠത്തിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാലിക്കൽ സ്വദേശി മിഥുൻ, ഒപ്പം തന്നെ കിടങ്ങൂർ സ്വദേശി രാഹുൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ്. എന്നിവരാണ് മുങ്ങി മരിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. ഈ നെല്ലിക്കൽ പമ്പയാറിനോട് ചേർന്നാണ് ഈ പുഞ്ചകണ്ഠം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയമാണ്. നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആ വെള്ളം ഈ പുഞ്ചകണ്ഠത്തിലേക്കും എത്തി. സ്വാഭാവികമായും ഇവിടുത്തെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിലാണ് ഈ മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളം മറഞ്ഞു എന്നാണ് പ്രാഥമികമായി നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒരാളെ കൂടി കാണാനില്ലെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എന്തായാലും നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം ഉൾപ്പെടെ ഉള്ളവരാണ് നിലവിൽ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. വെള്ളത്തിൽ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ടാണ് ഈ തിരച്ചിൽ. രാത്രി സമയമാണ്. ഈ പ്രദേശത്ത് വെളിച്ചത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതികൂല സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് അവരുടെ നേതൃത്വത്തിൽ ഈ രാത്രി ഏറെ വൈകിയും ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ഈ പരിശോധന വളരെയധികം ശ്രമഫലം എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട്, ഒപ്പം തന്നെ വെളിച്ചമില്ല, അങ്ങനെ ഉള്ള പ്രതിസന്ധികളുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ വലിയ പ്രശ്നമുള്ള, വളരെയധികം ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ്, വിജനമായൊരു ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അത്തരം പ്രതിസന്ധികളുണ്ട്. മഴയൊന്നും ഇല്ലാത്തത് ഈ പരിശോധനയെ സംബന്ധിച്ച് അനുകൂല ഘടകവുമാണ്. എന്തായാലും നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ നെല്ലിക്കലിലെ പമ്പയാറിനോട് ചേർന്നുള്ള പുഞ്ചകണ്ഠത്തിൽ പരിശോധന നടത്തുകയാണ്. എന്തായാലും 2 പേരുടെ മരണം ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരുടെ 2 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥുൻ, ഒപ്പം തന്നെ കിടങ്ങൂർ സ്വദേശി രാഹുൽ, അങ്ങനെ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഒരാൾ കൂടി ഈ വെള്ളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഒക്കെ വരാനുണ്ട്. കാരണം യുവാക്കൾ മഴക്കാലം ഒക്കെയാണ്, വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം ഒക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോയതാണ്. ഇതിനിടയിലാണ് അപകടമെന്നാണ് പ്രാഥമികമായിട്ടൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെയധികം ഉള്ളോട്ടുള്ള സ്ഥലമായതിനാൽ, ജനവാസ മേഖല കുറഞ്ഞ പ്രദേശമായതിനാൽ തന്നെ വെളിച്ചത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികൾക്കിടയിലും ഫയർഫോഴ്സ് അവരാൽ കഴിയുന്ന രീതിയിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.